യെസ് യെസ് സർ, കേൾക്കുന്നുണ്ട്. ആ ഫൈൻ ഫൈൻ. പേര് സൂചിപ്പിച്ചു മുഫീസ് എന്നാണ്. ഞാൻ സ്വദേശം കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ ഞാൻ ഇപ്പം നിലവിലുള്ളത് ആക്ച്വലി മലപ്പുറം ജില്ലയിലാണ്. ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായി മലപ്പുറം കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ അങ്ങോട്ട് ഭാഗത്തിലും ഇങ്ങനെ ചുറ്റി കറങ്ങുകയാണ്. അപ്പൊ ഇപ്പൊ കാറിൽ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ ആക്ച്വലി റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ കാറിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം വന്നത്. എനിവേ, ഞാൻ ഈ ബിസിനസ്സിൽ ആദ്യമായിട്ട് വരുന്നത് 2016 ഞാനും എന്റെ 2 സുഹൃത്തുക്കളും തമ്മിൽ വേറൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത്, അന്ന് എനിക്ക് 16-17 വയസ്സുണ്ടായിരുന്നുള്ളൂ. ഏകദേശം 1.5 വർഷത്തോളം റിസർച്ചിങ് ഒക്കെ നടത്തിയിട്ട് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് തുടക്കം കുറിക്കുന്ന സമയത്താണ് ഞാൻ എന്റെ ഫാദറോട് ഒരു 35,000 രൂപയും ഒരു ലാപ്ടോപ്പും ചോദിച്ചത്. കാരണം നമ്മൾ 3 പേർക്ക് 3 ഉത്തരവാദിത്തങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കമ്മിറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 35,000 രൂപ ഒരു ലാപ്ടോപ്പാണ്. അപ്പൊ അത് ഫാദർ ത്രൂ കിട്ടാന്നല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ചെറിയ പ്രായത്തിൽ. അപ്പൊ അങ്ങനെ ഫാദറോട് ഞാൻ ഈ പൈസ ഞാൻ ചോദിച്ചു. അങ്ങനെ ഫാദർ പിന്നെ പൈസ ഒപ്പിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഉപ്പാന്റെ അടുത്ത് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം, നന്നായിട്ട് അറിയാം. കാരണം ഇപ്പൊ ഓൾറെഡി ഒരുപാട് ബിസിനസ് ഫുള്ള് തകിടം മറിഞ്ഞ് നിൽക്കുന്ന സമയമാണ് എനിക്കറിയാം. എന്നാൽ ഇപ്പോൾ കാര്യം നടക്കാൻ വേണ്ടി ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ചോദിച്ചു, ഇപ്പൊ എന്തായി, കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടോ, പൈസ വേണമായിരുന്നു, തുടങ്ങേണ്ട ടൈം ആയിട്ടുണ്ട്, പിന്നെ വെബ് ഡിസൈനിങ്ങിനൊക്കെ പൈസ കൊടുക്കാനുണ്ട്, പിന്നെ ഓൺലൈൻ ആണല്ലോ, അപ്പൊ അതിനൊക്കെ പൈസ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് ചോദിച്ച സമയത്താണ് ഫാദർ ഒരു ദിവസം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരു മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ മട്ടന്നൂർ നിന്ന് ഫാദർ ഒരു ദിവസം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സും കയറിയിട്ട് വരുന്ന സമയത്ത് ഫാദറിന്റെ ഫ്രണ്ടിന്റെ മകൻ അനസ് എന്നാണ് പേര്. അദ്ദേഹം ഫാദറെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആള് ബിസിനസ് പരമായിട്ട് ഒരുപാട് കാര്യം, മൈലേശ്വരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യം സംസാരിച്ചു. അപ്പൊ ഫാദർ പറഞ്ഞു, ഞാൻ ഈ പരിപാടിക്കില്ല, എന്റെ പിന്നെ മകനെ വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഫാദർ എന്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, പിന്നെ നീ ആ പരിപാടിയാണ് നിൽക്കട്ടെ, അതിനേക്കാളും നല്ല ഒരു അടിപൊളി സംഭവം, കാരണം നീ ഇത് പിന്നെ ഓൺലൈനൊക്കെ ചെയ്ത് വിജയിപ്പിക്കാൻ വലിയ പണിയുണ്ടാവില്ലേ, ഇതാ ഖാദറിന്റെ മോൻ അനസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു മാസം ഒരു 10-22,000 രൂപയ്ക്ക് ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് തോന്നും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര എന്താ പറയാ, മറ്റൊരു ബിസിനസ് 1.5 വർഷം റിസർച്ച് ചെയ്തിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു ബിസിനസ്സിന് ഇങ്ങനെ എന്താ പറയാ, ഞാൻ ഭയങ്കര ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യാണ് ആക്ച്വലി ആ പൈസ കിട്ടാൻ എന്നിട്ട് തുടങ്ങാനൊക്കെ. അന്നേരമാണ് ഈ ഒരു നിരുത്സാഹിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞാൻ എന്താ പറയാ, ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കഴുത്തിന് മേലെ തലയുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഫാദർ പറയുന്ന കാര്യം ഞാൻ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ അത് വാ കൊണ്ട് പറഞ്ഞതല്ല, മനസ്സുകൊണ്ട് പറഞ്ഞതാണ്. കാരണം വാ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചുമരുമേൽ പേസ്റ്റ് ആവും ഞാൻ. കാരണം വീഡിയോ ആദ്യം വീഡിയോ എന്നിട്ടാണ് ഓഡിയോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പക്ഷെ ഒരു വാശിയായിരുന്നു. ഒരു കാരണവശാലും ഫാദർ പറയുന്ന ഈ ഒരു ബിസിനസ് ഞാൻ 100% സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ പിന്നെ എന്താ പറയാ, പിന്നെ നിർബന്ധം പിടിച്ചിട്ട് എന്നെ ഈ പറഞ്ഞ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ഫാദർ ബൈക്കിലേക്ക് പോയി. അങ്ങനെ ഒരു സന്ധ്യ സമയത്ത്, മഗ്‌രിബ് സമയത്താണ് ഞാനും ഫാദർ ഉപ്പ് അവിടെ എത്തി. അപ്പൊ ഒരു ഓഫീസ് ഉണ്ട് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന്റെ ബാക്ക് സൈഡിൽ ഒരു ഓഫീസ് ഉണ്ട്, 1ാമത്തെ നിലയിൽ. ഓഫീസ് എന്നൊന്നും പറയാൻ പറ്റില്ല, വലിയ സെറ്റപ്പ് ഒന്നുമല്ല, ഒരു തട്ടിമുട്ട് സെറ്റപ്പ് ഉള്ള പരിപാടി. പിന്നെ അത്യാവശ്യം പെയിന്റിൽ അടിച്ചൊരു സെറ്റപ്പ് തന്നെ. അപ്പൊ അങ്ങനെയാണ് പിന്നെ അവിടെ പിന്നെ റൈറ്റ് സൈഡിൽ 2 പേര് ഇരുന്നതിന് ഒരാളൊരു പിന്നെ കോർണറിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഫാദറിനെയും ഇരുന്ന ആൾ ഉൾപ്പെടെ എണീച്ച് കയ്യെല്ലാം തന്ന് നേരെ കോർണറിൽ ഇരുന്ന ആളുടെ മുന്നിൽ ഇരുത്തി. അപ്പൊ എന്റെ ഉള്ളിൽ ഭയങ്കര വാശിയാണ്, ഞാൻ കൊന്നാലും മൈ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യില്ല. ആരാണോ എന്നോട് സംസാരിക്കുന്ന അവരെ ഞാൻ പിടിച്ച് നെഗറ്റീവ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു ചിന്തയിലാണ്, ഒരു മനോഭാവത്തിൽ സത്യം പറഞ്ഞ് ഞാൻ അവിടെ പോയത്. എന്ത് വന്നാലും ശരി, മൈ ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്ന മീൻസ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയില്ല. മൈ ലൈഫ് സ്റ്റൈൽ എന്നല്ല, ഇറ്റ് മീൻസ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയില്ല. ആരാണോ എന്നോട് സംസാരിക്കുന്നത് അവരെ പിടിച്ച് നെഗറ്റീവ് ആക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് പോയ ആളാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. കോർണറിൽ ഒരു പുള്ളി ഉണ്ടായിരുന്നു, ഒരു ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട് ഇൻസൈഡിലാക്കി ഒരു ക്രീം കളർ ഷർട്ട്, റൈറ്റ് സൈഡിൽ പൂക്കളൊക്കെ ഉള്ള നല്ല നല്ല ഗെറ്റപ്പിലാണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡ് പാന്റിലിട്ട് നല്ല ചിരിച്ചുകൊണ്ട് ഒരു പുള്ളിയാണ്, നല്ലൊരു ആറ്റിറ്റ്യൂഡിൽ ഒരാൾ ഇരിക്കുന്നത്. ശരി, ഞാൻ വലിയ മൈൻഡൊന്നും ആക്കിയില്ല, ഇയാളാരാപ്പ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ അവിടെ ഇരുന്നത്. അപ്പൊ ആളെ എന്നെയും ഫാദറെ പിടിച്ച് അവിടെ ഇരുത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പം പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആളെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കുന്നു, മീൻസ് നെഗറ്റീവ് ചോദ്യം ചോദിക്കുന്നുണ്ട്, ക്രോസ് ക്വസ്റ്റ്യൻസ് പലതും ഇടുന്നുണ്ട്. പക്ഷെ ആൾ ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം തരുന്നുണ്ട്. ഓക്കെ,
ഞാൻ എത്രത്തോളം നെഗറ്റീവ് അടിക്കാൻ നോക്കുന്നു അതിന് കൃത്യമായ ഉത്തരം പോസിറ്റീവായിട്ട് തരുന്നു. അപ്പം അങ്ങനെ പിന്നെ അദ്ദേഹം പിന്നെ ആൾക്ക് മനസ്സിലായി ഞാനൊരു ഒരു ബിസിനസ് തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഈ ബിസിനസ് കിട്ടിയത്. അപ്പം ആൾക്ക് എന്റെ മർമ്മം മനസ്സിലായി. ഈ ഇവനിക്ക് ഈ പറഞ്ഞ ലക്ഷങ്ങളും കോടികളാണ്, അല്ലെങ്കിൽ ബെൻസി BMW പോലുള്ളതാണ് ആഗ്രഹം, ഒരു യുവാവായതുകൊണ്ട് അവന്റെ മൈൻഡിൽ ഇതൊക്കെ ഉണ്ടാവുന്നുള്ള മർമ്മം പിടിച്ചിട്ട് ആള് മർമ്മം പിടിക്കാൻ തുടങ്ങി. പിന്നെ എന്നോട് ലക്ഷങ്ങളും കോടികളുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് പിന്നെ ഒരു വ്യക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ പറ്റി ഒരു നമ്മുടെ കമ്പനി വലിയ ലീഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. അതാണ് മുബീൻ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗ്രേറ്റ് ഇപ്പോഴത്തെ റോയൽ ഡയമണ്ട് മിസ്റ്റർ മുബീൻ സാറെ പറ്റിയിട്ട് ഒരുപാട് കാര്യം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് ആണ് യാത്ര. അതായത് ഓരോ സംസ്ഥാനത്ത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ പിക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കും. അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറിയിട്ട് അടുത്ത സംസ്ഥാനത്ത് പോകും. ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് ആണ് യാത്ര. ആളുടെ ലൈഫ് പണ്ട് വളരെ ദയനീയമാണെങ്കിലും ഇപ്പൊ വേറെ ലെവൽ ലൈഫ് ആണ്. ഭയങ്കരമായിട്ടുള്ള സത്യം പറഞ്ഞ സ്വപ്നം ആരുടെ ഓഡിയോ ഹോസ്റ്റ് ഒന്ന് ഓഡിയോ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വലിയ ഉപകാരം. താങ്ക് യു. അപ്പം 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 ആ സമയത്ത് ആള് എന്താ പറയാ നമ്മളെ സ്വപ്നം കാണിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചോദിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ വിചാരിച്ചെന്താ അറിയോ, അതായത് എന്നോട് സംസാരിക്കുന്ന പുള്ളി എന്താ പറയാ ആളുടെ സംസാരം കേട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാല് ഭയങ്കര ത്രില്ലടിച്ചു. പിന്നെ ആള് പറയുന്ന കാര്യം ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആള് പറയുന്ന കാര്യങ്ങൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആള് പറയുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. നെഗറ്റീവ് അടിച്ചിട്ട് ഇല്ലാതാക്കണം എന്ന് വിചാരിച്ച് ഞാൻ പോസിറ്റീവ് ആവാൻ തുടങ്ങി. പിന്നെ ആള് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം തരാൻ തുടങ്ങി. അതായത് ഞാൻ വിചാരിച്ചെന്നറിയോ, ഈ സംസാരിക്കുന്ന പുള്ളിയുടെ ഹെലികോപ്റ്റർ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന്റെ അവിടെ സൈഡാക്കിയിട്ട് ആള് മേലയിൽ കയറി വന്നത്. അത്തരത്തിലുള്ള ലക്ഷങ്ങളും കോടികളുടെ വലിയ വലിയ സംസാരം മാത്രമേ സംസാരിക്കുന്നുള്ളൂ. വലിയ സ്വപ്നം കാണിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. അതിൽ ഞാൻ ത്രില്ലടിച്ചു, അതിൽ ഞാൻ പോസിറ്റീവായി. അങ്ങനെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ എന്നും പറയുന്നതാണ്, അന്നും ഇന്നും എന്നും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ എന്താ പറയാ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വ്യക്തി ആരാന്ന് വെച്ചാൽ ഞാൻ പറയാം അതാണ് നമ്മളെ കമ്പനിയിൽ തന്നെ WTC അച്ചീവർ ആയിട്ടുള്ള മിസ്റ്റർ MS പ്രസാദ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ലീഡർ ഉണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹം അന്ന് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ മൈലേപ്സിൽ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം സംസാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിൽ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ഞാൻ മറ്റൊരു ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ സെറ്റപ്പും, കാരണം 1.5 വർഷത്തോളം റിസർച്ച് ചെയ്തിട്ടാണ്, വളരെ ഗൗരവമായിട്ടുള്ള റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നമ്മളൊരു 3 പേര്. അന്നേരമാണ് ഞാൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നത്. പക്ഷെ അന്ന് 22,500 രൂപയുടെ പ്രോഡക്റ്റ് ഒക്കെ എടുക്കാന്നുള്ള കമ്മിറ്റ് ചെയ്തു. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഫണ്ടൊക്കെ റോൾ ചെയ്തു. കടം എന്നോട് പറഞ്ഞു സ്വന്തം പൈസക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത്, സ്വന്തം പൈസക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വിലയും ഉണ്ടാവില്ല. സത്യം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞാനതൊക്കെ കടം വാങ്ങിച്ചു. 22,500 രൂപ. അത് ഫാദറിന് തന്നെ കടം വാങ്ങിച്ചത്, വേറെ ആളോടൊന്നും അല്ല. അങ്ങനെ 22,500 പ്രോഡക്റ്റ് ഒക്കെ എടുത്തു. അങ്ങനെ പ്രോഡക്റ്റ് കൊടുത്ത് വീട്ടിൽ പോയപ്പോൾ ഒന്നാമത് ഞാൻ ഇതുവരെ ഒരു പെണ്ണ് പോലും വിറ്റ് പരിചയമില്ല സത്യം പറഞ്ഞാൽ. ആ സമയത്താണ് ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഒരു 3 ബോക്സ് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രോഡക്റ്റ് കൊടുത്ത് നേരെ വീട്ടിൽ പോയപ്പോൾ കട്ടിലിന്റെ ഒരു സൈഡിൽ വെച്ചതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും ഇത് എന്നെ നോക്കി ചിരിക്കും, ഞാൻ അതിനെ നോക്കി ചിരിക്കാന്നല്ലാണ്ട് ഇത് എന്ത് ചെയ്യണോ, വിൽക്കാനാണോ തിന്നാനാണോ കുടിക്കാനാണോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. അന്നേരമാണ് ഫാദർ പറയുന്നത്, മോനെ എന്താ പരിപാടി, സാധനം വിൽക്കണ്ടേ എന്നുള്ളത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഈ 2 ലക്ഷം ലക്ഷങ്ങളുടെ കഥകളും അന്നേരം ഇതെല്ലാം മറന്നുപോയി. ബെൻസ് BMW എന്ന് പറഞ്ഞ സംഭവം എന്നെ മറന്നുപോയി. കാരണം വിൽക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാം അങ്ങ് മറന്നുപോയി. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ ലീഡറെ വിളിച്ചു. ഇജാസ് സാറേ സാർ ഈ സാധനം എന്താ ചെയ്യേണ്ടത്, ഈ സാധനം എന്താ ചെയ്യേണ്ടത് സാർ, ഞാൻ എങ്ങനെ വിൽക്കേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു, സാർ ആദ്യം നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ചു. ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം പറയുന്നുണ്ട്. കാരണം നമ്മളൊരു കസ്റ്റമർ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയൊരു പാടായിരുന്നു അത്. അതായത് എന്റെ മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ ആക്ച്വലി ഈ ഹെയർ ഓയിൽ. അന്നേരം ഇള്ളേല് മുടി കൊയ്യാൻ തുടങ്ങിയപ്പോ ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവായി. അപ്പൊ അങ്ങനെ ഞാൻ വിളിച്ചു ചോദിച്ചു, ഇജാസ് സാറേ ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ, ആകെ ഒരാഴ്ചയിൽ ഉപയോഗിച്ചുള്ളൂ, അപ്പോഴത്തേക്ക് എന്റെ ഉള്ള മുടിയും കൂടി കൊയ്യാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ആള് കൂളായിട്ട് കൈകാര്യം ചെയ്തു. ആള് ടെൻഷനായിട്ടൊന്നുമില്ല. ആള് ചോദിച്ചു, ഇജാസ് സാറ് ചോദിച്ചു, സാറേ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞു രാവിലെ ഉപയോഗിക്കും, ചിലപ്പോൾ വൈകുന്നേരം ഉപയോഗിക്കും, രാത്രി ഉപയോഗിക്കും, അങ്ങനെ ടൈമൊന്നുമില്ല, ഞാൻ തോന്നിയ പോലെ ഉപയോഗിക്കും. അപ്പൊ കൃത്യം ഡെയിലി ഉപയോഗിക്കാറില്ല. അവൻ ഇടക്ക് വിട്ടുപോകും. അങ്ങനെ പറഞ്ഞപ്പോ ആള് പറഞ്ഞു, സാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെയും രാത്രി കൃത്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കൂ, കുളിച്ചതിന് ശേഷം എന്നൊക്കെ പറഞ്ഞ ആള് ഗൈഡ് ചെയ്തപ്പോ കൃത്യമായിട്ട് 1.5 ആഴ്ച ഞാൻ ഉപയോഗിച്ചപ്പോൾ എന്റെ മുടി കൊഴിച്ചിൽ നിന്നു. ഓക്കെ,
ഞാൻ ഇവിടെ ആക്ച്വലി നമുക്കൊരു പാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മള് പിന്നെ എന്താവരുത്, പിന്നെ ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഒരുപക്ഷെ പിന്നെ അറിവില്ലായ്മ കൊണ്ടോ ഒരുപക്ഷെ നമ്മളെ അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടോ വരുമ്പോഴേക്ക് നമ്മളും നെഗറ്റീവാ, നമ്മൾ ഡള്ളവർ. അവിടെ നമുക്ക് ഇവിടെ സൊല്യൂഷൻ ഉണ്ട്, അതാണ് നമ്മൾ കാണേണ്ടത്. പുള്ളിന് കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് പറഞ്ഞു തന്നപ്പോൾ ഞാൻ അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി, ഞാൻ ഹാപ്പിയായി. അങ്ങനെ ഞാൻ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി, പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, വീട്ടിലുള്ളവർക്ക് ഉമ്മാക്ക് ഉപ്പാക്ക് സാധനങ്ങൾ പലതും കൊടുക്കാൻ തുടങ്ങി, അവർക്ക് തന്നെ സാധനം കൊടുക്കാൻ തുടങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പേസ്റ്റ് വിൽക്കാൻ ഇറങ്ങുന്നത്. വിൽക്കേണ്ട എങ്ങനെയാന്ന് ഒരു ഐഡിയ ഇല്ല, സത്യം പറഞ്ഞാൽ വിൽക്കേണ്ട എങ്ങനെയാന്ന് ഒരു ഐഡിയ ഇല്ല. അന്നേരമാണ് ഇജാസ് സാർ പറഞ്ഞത്, സാർ ഒരു കാര്യം ചെയ്യും, ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങളെ കുടുംബത്തിലും അയൽവാസികളും നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെയോ ഈ പറഞ്ഞ ആൾക്കാരുടെ പേര് എഴുതണം, എന്നിട്ട് അവർക്കുള്ള അസുഖങ്ങൾ എഴുതണം. അങ്ങനെ ഞാൻ സാധാരണ ഈ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ മാസം വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുമ്പോൾ ലിസ്റ്റ് ഇടുന്നതല്ല പറയുന്നത് കേട്ടില്ല. ആദ്യമായിട്ട് രോഗത്തിന്റെ ലിസ്റ്റ് ഇടാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ആ രോഗത്തിന്റെ ലിസ്റ്റ് ഇട്ട് ഓരോരുത്തരുടെ പേര് എഴുതും, അവർക്കുള്ള രോഗം എഴുതും. അങ്ങനെ പരമാവധി എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ ചോദിച്ചിട്ട് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം രോഗങ്ങളെല്ലാം എഴുതി ഒരു 10-40 പേര് ലിസ്റ്റ് ഉണ്ടാക്കി. ഞാൻ എന്തിനു പറയുന്നു, തൊട്ടപ്പുറത്തുള്ള പിന്നെ എന്താ പറയാ ടൈലർ വീടുള്ള സതീശേട്ടന്റെ പിന്നെ മുട്ടുവേദന വരെ ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഈ പറഞ്ഞ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അങ്ങനെ വിൽക്കാൻ ഇറങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഒരു പേസ്റ്റ് വിറ്റത് എന്റെ വെല്ലുമ്മാക്കാണ്, എന്റെ ഉമ്മയുടെ ഉമ്മാക്കാണ്. അപ്പൊ അന്നേരം എന്റെ വെല്ലുപ്പ സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, സുലൈമ നിനക്ക് നിലപ്പിക്കുന്നത് പെരാണ്ട, ഇതൊന്നും നല്ല സാധനം നല്ല, വെറുതെ നീ ഉടായ്പ വാങ്ങിക്കണം എന്നിട്ട്. അതായത് സ്വന്തം പേരക്കുട്ടിയുടെ കച്ചവടം ഇല്ലാണ്ടാക്കുന്ന ഒരു വെല്ലുപ്പ സൈഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെ വെല്ലും ഒരു 175 രൂപ, അന്ന് 175 രൂപയാണ് പേസ്റ്റിന്. 175 രൂപ കയ്യിൽ തന്നിട്ട് പിന്നെ നേരെ ആ പേസ്റ്റ് ഒരു എന്താ പറയുക മേശമേൽ എറിഞ്ഞു. അന്നേരം മനസ്സിലായി ഈ സാധനം ഈ ജന്മത്തിൽ ഉപയോഗിക്കാനുള്ള ഉദ്ദേശം ഇവർക്കില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ പിന്നെ ഒരു ഇമോഷൻ ആയിട്ടൊന്നുമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കച്ചവടമാണ് വലുത് എന്നുള്ളത്. ഞാൻ അങ്ങോട്ട് പൈസ വാങ്ങിച്ച് ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ അതിനുശേഷം എടുത്ത് ഉപയോഗിച്ചത് എന്റെ വെല്ലുപ്പിയായിരുന്നു. മൂപ്പറ് ഇപ്പൊ മരണപ്പെട്ടു പോയി. പക്ഷെ എന്താ പറയാ, മൂപ്പർ മരണപ്പെടുന്നത് വരെ ഉപയോഗിച്ചത് നമ്മളുടെ ഈ ഓൺ ആൻഡ് ഓണിന്റെ ഹെർബൽ പേസ്റ്റ് തന്നെയാണ്. എത്രയോ വർഷങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് എഡിക്റ്റ് ആയിരുന്നു. ഇറ്റ് മീൻസ് അദ്ദേഹത്തിന് അതാണ് ഏറ്റവും ബെസ്റ്റും തോന്നിയിട്ട്. കാരണം അദ്ദേഹത്തിന് പല്ലിലെ കറയും അതുപോലെ തന്നെ വായ നാറ്റവും മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ മരണം വരെ ഉപയോഗിച്ച് നമ്മുടെ പേസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിൽ തന്നെ ഞാൻ ഭയങ്കര പോസിറ്റീവായി. പിന്നെ അപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് വിൽക്കാൻ തുടങ്ങി, കൊടുക്കുന്നിടത്തെല്ലാം റിസൾട്ട് കിട്ടാൻ തുടങ്ങി. ഒരു തവണയെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് എല്ലായിടത്തും കൊടുക്കാറ്. അങ്ങനെ അതിൽ നിന്ന് റിസൾട്ട് കിട്ടി ഒരുപാട് ഓർഡർ കിട്ടി. അങ്ങനെ 22,500 സാധനം തീർന്നു. മുതലിൽ നിന്ന് പിന്നെ ഫാദറിന് പൈസ കൊടുത്തു, ലാഭം പോക്കറ്റിലിട്ടു. അങ്ങനെ അപ്പൊ ആ സമയത്തുണ്ട്. ഹലോ സാർ, ആരുടെയൊക്കെയോ ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ ഹോസ്റ്റ് പ്ലീസ്. അപ്പം ആരുടെയൊക്കെയോ സോറി, പിന്നെ കുറച്ച് ആൾക്കാരുടെയൊക്കെ പിന്നെ എന്ത് വരാൻ തുടങ്ങി, ഓർഡർ വരാൻ തുടങ്ങി. ഓക്കെ, കുറച്ച് ആൾക്കാരുടെയൊക്കെ ഓർഡർ വരാൻ തുടങ്ങിയപ്പോൾ അതിൽ ഞാൻ ഭയങ്കര പോസിറ്റീവായി. റീപർച്ചേസ് എന്നുള്ള സംഭവം വരുന്നപ്പോൾ ഭയങ്കര പോസിറ്റീവായി. അപ്പൊ അങ്ങനെയാണ്, പൈസ ഒന്നുമില്ല, കാരണം ഉള്ള എല്ലാ പൈസയും പുട്ടടിച്ച് കഴിഞ്ഞ്. കാരണം ചോരത്തളപ്പുള്ള പ്രായമാണല്ലോ, ഫുഡ് കഴിക്കലും അവിടെ ഇവിടെ പോക്കായിരുന്നു പിന്നെ പണി. അന്നേരം പിന്നെ ഞാൻ ഒരു ദിവസം അങ്ങനെ എന്റെ ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞു, ഉമ്മ ഇങ്ങനെ കുറച്ച് പ്രൊഡക്റ്റിനൊക്കെ ഓർഡർ വരുന്നുണ്ട്, പൈസ ഇല്ല, ആ സാധനം എടുക്കണം. മാത്രമല്ല ഇപ്പൊ ഒരു ഓഫർ ഉണ്ട്, 25,000 രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു വാച്ചിലുണ്ട്, വാച്ചിന്റെ ഒരു കോൺടെസ്റ്റ് ഉണ്ട് എന്നല്ല പറഞ്ഞിട്ട് 2016. അപ്പൊ അങ്ങനെയാണ് പിന്നെ 25,000 രൂപന്റെ സാധനം എടുക്കാനുള്ള പ്ലാൻ ഇട്ടു. ഞാൻ എന്റെ ഉമ്മാനോട് ഇങ്ങനെ മെല്ലെ സംസാരിച്ച് കൈ ഇങ്ങനെ സോപ്പിട്ട് പിടിക്കുമ്പോ കയ്യിലൊരു വള വന്നപ്പോൾ ആ വള ഞാൻ ഒരു 3 ആഴ്ച ഗ്യാപ്പിന്റെ പേരും പറഞ്ഞിട്ട് ഞാൻ അതങ്ങ് വിറ്റിട്ട് അതിന്റെ പൈസ കൊടുത്തു. ഞാൻ 2 ആഴ്ച കൊണ്ട് തന്നെ സാധനം വിറ്റിട്ട് ഉമ്മാക്ക് 25,000 രൂപന്റെ പിന്നെ 25,000 രൂപ തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിലൊക്കെ ഭയങ്കര പോസിറ്റീവ്. ബിസിനസ് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തു. ഞാൻ അതിനുശേഷം ഒരു പ്രോഗ്രാമിന് പോയി. എന്നോട് ലീഡേഴ്സ് പറഞ്ഞു, സാറ് 2,10,000 നിങ്ങൾ കേട്ടിട്ടുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാം, അതിനുള്ള ഒരാൾ വരുന്നുണ്ട്. നിങ്ങൾ അന്ന് കേട്ട പിന്നെ നമ്മളെല്ലാരും കാത്തിരിക്കുന്ന മിസ്റ്റർ മുബീൻ സാർ വരുന്നുണ്ട്, ഡയമണ്ട് എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഒരു RTP എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ഒരു 2 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അങ്ങനെ RTP പോയപ്പോൾ ഞാൻ എന്നെ പിന്നെ എന്താ പറയാ, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ ചൊക്ലിയിൽ വരുന്നുണ്ട് സാറേ, നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം സാറേ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈസൻസ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഫാദർ ദൂരത്തോടെ പോയതാണ്. നോക്കുമ്പോൾ ആളെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേരം ബൈക്ക് കൊടുത്തിട്ട് പോയി. ഞാൻ വീട്ടിലെത്തിയത് ഏകദേശം 12 മണിക്കാണ്. 12 മണിക്കാണ്. 12 മണിക്ക് എത്തിയപ്പോൾ ആക്ച്വലി അന്നായിരുന്നു എന്റെ ഈ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിന്റെ സെൻഡ് ഓഫും എല്ലാം അന്ന് കഴിഞ്ഞു. ഫെയർവെല്ലിനും സെൻഡ് ഓഫ് എല്ലാം അന്ന് കഴിഞ്ഞു. കാരണം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴുണ്ട്
എന്താ പറയാ, യേശുക്രിസ്തു നിൽക്കുന്ന പോലെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു, വടിയും പിടിച്ചിട്ട് വാമന ഉള്ളിൽ കയറി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് വീട്ടിൽ നിന്ന് പിന്നെ നേരെ ചൊമ്പരമ്പ് പറ്റിച്ചെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഭയങ്കര പ്രശ്നമായി. അന്നായിരുന്നു അവസാന ഡേ, പിന്നെ മീൻസ് മൈ ലൈഫ് സ്റ്റൈൽ ഫസ്റ്റ്. അപ്പൊ അതിനുശേഷം ഞാൻ ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി പോയി. പിന്നെ എന്റെ പഠിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ എന്റെ ഉപ്പയും ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നെ പിന്നെ ഒരു നല്ല രീതിയിൽ പഠിപ്പിച്ച് ഒരു നല്ലൊരു പണിക്ക് അയക്കണമെന്നുള്ളത്. ഏറ്റവും കാരണം സാധാരണ ഏതൊരു ഉപ്പാന്റെ ഉമ്മാന്റെ ഒരു അച്ഛൻ്റെ അമ്മേന്റെ ആഗ്രഹമായിരിക്കുമല്ലോ ഈ പിന്നെ മക്കളെ പഠിപ്പിച്ചിട്ട് പണി എന്ന് പറയുന്ന സാധനം. ഓരോ അച്ഛനും അമ്മയും ഒരിക്കലും എന്താ മുതലാളി ആവണം എന്ന് ഒരു അച്ഛനും അമ്മയും ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. വളരെ റെയർ ആയിരിക്കും. 99.9% ആൾക്കാരും മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മകനെ പഠിപ്പിക്കുക, എവിടെയെങ്കിലും പോയിട്ട് പറഞ്ഞ പോലെ പണിക്ക് വിടാന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോയി. പിന്നെ പഠിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ പഠിപ്പിച്ചത് LKG മുതൽ പിന്നെ +1 പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ചത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചത് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിപ്പിച്ചത് അതിനായിരുന്നു. കാരണം സാധാരണ കുടുംബത്തിൽ ജനിച്ച വളർന്ന ആളാണ്. ജനിച്ചപ്പോഴേ എന്താ പറയുക വാടക വീട്ടിൽ ജനിച്ചു വളർന്ന ആളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി ലൈഫ് ഒന്നും ഇതുവരെ കാണാൻ പറ്റി, മീൻസ് എന്റെ ലൈഫിൽ അന്നേരം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാല്. പിന്നെ ഞാൻ ആ സ്കൂളിൽ പഠിച്ചിട്ട് ഏകദേശം 10th ആത്മാർത്ഥമായിട്ട് അങ്ങ് പഠിച്ചു. അങ്ങനെയാണ് 10th കമ്പൈൻ സ്റ്റഡി ഇതൊക്കെ ആയിട്ട് ഭയങ്കര സംഭവമായിട്ട് പഠിച്ചപ്പോൾ ഫുൾ A+ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പഠിച്ചു. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് പറഞ്ഞ പോലെ പിന്നെ ഫുൾ A+ കിട്ടിയില്ലെങ്കിലും 52% കൊണ്ട് ജസ്റ്റ് പാസ്സായിട്ട് കാര്യം കഴിച്ചലായി. അന്നേരം മനസ്സിലായി ഇത് എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. അങ്ങനെയാണ് +1 എത്തിയപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, മുഫീസ് അധികം നെകളിക്കാൻ നിൽക്കണ്ട, പിന്നെ ടീച്ചർമാർ കനിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ പിന്നെ +1 എത്തിയത്. അന്നേരം ഞാൻ പറഞ്ഞു ടീച്ചർ ഒന്നും നോക്കാനില്ല, ഇതെന്നെ +1 ചെയ്യേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാനായിട്ട് പഠിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, അത് ടീച്ചറിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന് അറിയില്ല, ടീച്ചർ പറഞ്ഞ പോലെ +1 എന്നെ അങ്ങ് പൊട്ടിച്ചു. +1 തോറ്റു ഞാൻ. അങ്ങനെ അവിടെ നിന്ന് തോറ്റപ്പോ പറഞ്ഞാൽ +2 കൂടിയും പഠിക്കണമെന്നുള്ളു. കാരണം എന്റെ ഉമ്മ പറയും എപ്പോഴും പെണ്ണ് കെട്ടണമെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും പെണ്ണ് കെട്ടണമെങ്കിൽ ഡിഗ്രി വേണം, ഡിഗ്രി വേണം, ഡിഗ്രി വേണം. ഇതാണ് പിന്നെ ഒരു പൊതു തത്വം നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ഉമ്മ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ +1 ഒരു ഫ്രോഡ് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ട്, കള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചിട്ട് നേരെ +2 കയറി. അങ്ങനെ +2 ഞാൻ ഒരു നല്ലൊരു കൂട്ടായ്മന്റെ കൂടെ നിന്ന് പഠിച്ചത് കൊണ്ട് +2 പൊട്ടി, ഓര് ജയിച്ച് ഞാൻ പൊട്ടി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്ക് പിന്നെ പറഞ്ഞ ബിസിനസ്സിന്റെ ഫാദർ കാരണം അവസാനിപ്പിക്കേണ്ട അവസ്ഥ വന്നപ്പോൾ ഞാൻ ബാംഗ്ലൂരേക്ക് പിന്നെ എന്താ പറയാ പഠിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ആ ബാംഗ്ലൂരിൽ ഞാൻ നന്നായിട്ട് പഠിക്കാൻ, കാരണം ബാംഗ്ലൂർ പോയെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിക്കണം, നല്ലൊന്നും സെറ്റ് ആവണം, സ്റ്റാൻഡേർഡ് ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ബാംഗ്ലൂർ പോയത്. അങ്ങനെ അവിടെ പോയപ്പോൾ 7ഓളം വിഷയത്തിൽ പറഞ്ഞാൽ 6ഉം പൊട്ടി, ഒരൊറ്റൊന്നും മാത്രം ജയിച്ചു, അത് ഇംഗ്ലീഷ് ആയിരുന്നു. അന്നേരം മനസ്സിലായി പഠിപ്പ് എന്ന് പറഞ്ഞ സാധനം എന്നെ കൊണ്ട് നടക്കൂല. അങ്ങനെ ഞാൻ എന്താക്കി, പഠിപ്പ് എന്നുള്ള പരിപാടി അവിടെ നിർത്തി വെച്ചിട്ട് ഫാദറെ കൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഫാദർ കുറച്ച് നടത്തിപ്പിന് വേണ്ടി കുറച്ച് ഷോപ്പുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഷോപ്പിലേക്ക് 2 വർഷത്തോളം വർക്ക് ചെയ്യുന്ന സമയത്താണ് വീണ്ടും എന്റെ കയ്യിലേക്ക് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എത്തിയത്. ഇതിന് പക്ഷെ നമ്മളെ ഷോപ്പ് എന്ന് പറയുന്നത് കഫ്റ്റീരിയ ആൻഡ് ഗിഫ്റ്റ് ടോയ്സുള്ള ഷോപ്പാണ്. ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട്. അപ്പൊ പല കമ്പനിയിലുള്ള പല കമ്പനിയിലെ ലീഡർമാർ അവർ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്ന് ഗിഫ്റ്റ് വാങ്ങിക്കും. ആ ഗിഫ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് എന്റെ സ്മാർട്ട്നെസ്സും എന്റെ സംസാരവും കണ്ടിട്ട് പിന്നെ അവരെന്താക്കി എനിക്ക് ബിസിനസ് തരും. എനിക്ക് അവരുടെ ബിസിനസ് തരും. അങ്ങനെ ഞാൻ 7ഓളം കമ്പനി കിട്ടും. ആദ്യത്തെ 2 കമ്പനി പക്ക ഫ്രോഡ് കമ്പനി ആയിരുന്നു. അതായത് 1 ലക്ഷം ഇട്ടാൽ 1 കോടി തരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കമ്പനികളുണ്ട്, നിയമവിരുദ്ധ കമ്പനികൾ. അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല മോനെ, ഇനി വിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ കമ്പനിയിൽ ഇപ്പൊ പൂട്ടിപ്പോയി. മറ്റു വിഷയം. രണ്ടാമത്തെ വേറൊരു കമ്പനി വന്ന് സാധനങ്ങളൊന്നും വിൽക്കണ്ട മോനെ, സാധനം വിൽക്കണ്ട, യഥാർത്ഥ ബിസിനസ് ഇറങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ മോനെ ബിസിനസ് പിന്നെ എന്താ പറയാ, എന്റെ ഉപ്പാന്റെ ഷോപ്പിൽ നിന്ന് എത്ര വിറ്റിട്ട് ഇവിടെ പൈസ കിട്ടുന്നില്ല, അന്നേരം ഇനി വിൽക്കാണ്ട് പൈസ കിട്ടുന്ന, അതുകൊണ്ട് ഞാനില്ല ഇനി വിട്ടു എന്ന് പറഞ്ഞു. ആ കമ്പനിയിൽ ഇപ്പം പൂട്ടിപ്പോയി. മറ്റു വിഷയം. ബാക്കി നല്ലൊരു 5 കമ്പനി കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 7 കമ്പനിയാണ് എന്റെ മൈ ലൈഫ് സ്റ്റൈൽ 8ാമതായിട്ട് വീണ്ടും ഞാൻ കേട്ടതാണ്. അങ്ങനെ 5 കമ്പനി നല്ല കമ്പനി ഞാൻ കേട്ടു. പക്ഷെ ആ കമ്പനിയിൽ പോണോ വേണ്ടേ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമേ ഈ ടീമിന്റെ കൂടെ നിന്നിട്ട്, നിങ്ങളിപ്പോ ഇന്ന് കളിക്കുന്ന റോയൽ ബറ്റാലിയൻ എന്ന് പറയുന്നത് അന്ന് ടീം മട്ടന്നൂർ നിന്നായിരുന്നു പേര് കേട്ടോണ്ടിരുന്നത്. അതിനുശേഷം ബി മാഗ്നറ്റ് എന്നുള്ള ഒരു പേരായിരുന്നു. അപ്പൊ ബി മാഗ്നറ്റ് എന്നൊരു ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് അറിയുന്ന നമ്മൾ ജസീർ സാർ, ഇജാസ് സാറൊക്കെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കണ്ടു. അങ്ങനെയാണ് നമ്മുടെ ഗ്രയിലൂടെ ജസീർ സാർ, എന്റെ എന്റെ മറ്റൊരു ലീഡറാണ് ജസീർ സാർ. പുള്ളിയുണ്ട് ഒരു ദിവസം 10 ലക്ഷം രൂപയുടെ 2 വീലർ എടുത്തിട്ട് ഭ്രമരം എന്ന് പറഞ്ഞ പ്രോഗ്രാം 2018 ഭ്രമരം എന്ന പ്രോഗ്രാമിൽ ആള് ബൈക്കിൽ എടുത്തിട്ട് കയറിയ സമയത്ത്, നിങ്ങൾ ഒരു പക്ഷേ യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾ കാണാൻ പറ്റും, ബൈക്കിൽ എടുത്ത് കയറിയിട്ട് ആള് ഭയങ്കര ആഘോഷിക്കും. അപ്പൊ ആളുടെ ലൈഫ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു ഗതിയും വരഗതിയും ഇല്ലാണ്ട് ബിസിനസ് തുടങ്ങിയ ആളാണ്. പിന്നെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, 1 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കുന്നു. ആള് മൊത്തത്തിൽ ഒരു ചേഞ്ച് ആളുടെ ലൈഫിൽ കണ്ടപ്പോ
സത്യം പറയല്ലേ, ഞാൻ ഭയങ്കര അട്രാക്റ്റീവായി. ഞാൻ അങ്ങോട്ട് ഇംപ്രസ് അടിച്ചു. പിന്നെ എന്താ പറയാ, ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കാന്നുള്ള തീരുമാനം എടുത്തു. ആളോട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവം, കാര്യം പറഞ്ഞുതരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊക്കെ ഓൾറെഡി പ്ലാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് വീണ്ടും ആളെനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, മറ്റുള്ള എല്ലാ കമ്പനിയായിട്ട് കമ്പയർ ചെയ്ത് തന്നു. അപ്പൊ എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഡയറക്ട് സെല്ലിങ്ങിലുള്ള പൊതുവേ പിന്നെ എല്ലാ കമ്പനികളിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നിക്കുക അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഉണ്ടാവും, പക്ഷേ ലാഭം കുറവായിരിക്കും. ചിലപ്പോൾ നല്ല ലാഭം കൊടുക്കുമായിരിക്കും, പ്രോഡക്റ്റ് ക്വാളിറ്റി കുറവായിരിക്കും. ഒരുപക്ഷെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ഉണ്ടാവും, നല്ല ലാഭം ഉണ്ടാവും. പക്ഷേ പൊതുവായിട്ട് എല്ലാ കമ്പനിയും പിശുക്ക് കാണിക്കുന്ന, കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന, സാധാരണക്കാരന് വിജയിക്കാനുള്ള സാധ്യത കുറയുന്ന ഒരു സ്ഥലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അവരുടെ ഇൻകം പ്ലാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒരു സാധാരണക്കാർ മനസ്സിലാക്കാൻ പറ്റില്ല. മാത്രമല്ല പിശുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പിശുക്കായിരിക്കും. പക്ഷെ അവിടെയാണ് മൈ ലൈഫ് സ്റ്റൈലിൽ ഞാൻ ഗുട്ടൻസ് മനസ്സിലാക്കിയത്. ഇവർ പ്രൊഡക്റ്റില് ക്വാളിറ്റി ഉണ്ട്, കാരണം വിത്ത് പ്രൂഫ് കാണിച്ചു തരാം. പ്രൊഡക്റ്റില് പിന്നെ ലാഭമുണ്ട്, അതുപോലെ തന്നെ പ്രോഡക്റ്റ് പിന്നെ വാരിക്കോരി അക്കൗണ്ടിലൂടെ വരുമാനം തരുന്നുണ്ട്. ഈ 3 കാര്യം പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള പാഠം അന്ന് ഞാൻ പഠിച്ചതാണ്. ഈ 3 കാര്യത്തില് 100-ൽ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാനും ഫാദർ തമ്മിൽ വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഫാദർ ഒരു കാരണവശാലും ബിസിനസ് ചെയ്യാൻ വിടില്ല എന്നുള്ള വാശിയായിരുന്നു. എന്താ അറിയില്ല, ദൈവം പിന്നെ ഞാൻ അതുവരെ ഫാദറോട് മറുവാക്ക് പറയാത്ത ഞാൻ അന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങി, അത് വാശി പിടിക്കാൻ തുടങ്ങി. ഞാനും ഫാദർ 2-3 ദിവസം മിണ്ടാണ്ട് നിന്നിട്ടുണ്ട് ഈ ബിസിനസ്സിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. 3 വീക്ക് ഞാൻ ഫാദർ ഷെൽട്ടർ പൂട്ടിയാൽ ഫാദർ ഇതിലൂടെ പോയാൽ ഞാൻ ഇതിലൂടെ പോകും, ആള് വീട്ടിൽ കയറിയാൽ ഞാൻ വീട്ടിൽ കയറില്ല, ആള് ഭക്ഷണം കഴിക്കും ഞാൻ കഴിക്കില്ല. അപ്പൊ അത്തരത്തിൽ 2-3 ആഴ്ച ലൈഫിൽ ആദ്യമായിട്ടാണ് മിണ്ടാണ്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുണ്ട് ഫാദർ ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ നിനക്ക് ഈ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് വിജയിക്കാൻ പറ്റുന്ന കോൺഫിഡന്റ് ഉണ്ടോ, എനിക്ക് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ കോൺഫിഡന്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഞാനന്ന് പിന്നെ എന്താ പറയാ, മൂപ്പര് നാവെടുക്കുന്നതിന് മുന്നേ ഞാൻ എന്റെ തൊള്ളോണ്ട് പറഞ്ഞു, ഉപ്പ ഞാൻ എന്തായാലും ആ ബിസിനസ് ചെയ്യും, എനിക്ക് ആ ചെയ്തത് വിജയിക്കാൻ പറ്റുന്ന കോൺഫിഡന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാന് പിന്നെ ഫാദറുമായിട്ട് പിന്നെ കുളിർമയും ഒരു വേറെ ലെവൽ ഫീലാ. ഒന്ന് നിങ്ങൾ വാങ്ങിക്കണം കേട്ടോ, വാങ്ങിച്ചു നോക്കണം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാധനം. കാരണം ഞാനത് എന്നിട്ട് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ നോക്കി, ഇത് എന്റെ അക്കൗണ്ട് തന്നെയാണ്, ഇത് ഞാൻ തന്നെയാണ് വാങ്ങിച്ചത്. എന്നിട്ട് ATM കൗണ്ടറിലൊക്കെ പോയിട്ട് അതും നോക്കി, വേറെ ലെവൽ ഫീലാ ആ 1,93,000 കാരണം ആദ്യമായിട്ടാണ് എന്റെ അക്കൗണ്ടിൽ അന്ന് ഇത്രയും വലിയ പൈസ ഞാനന്ന് കണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഭയങ്കര ത്രില്ലടിച്ചു, ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം അന്ന് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് 2,10,000 ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പരിഹസിച്ച ഒരുപാട് ആക്ഷേപങ്ങൾ പറഞ്ഞു നടന്ന എന്റെ എല്ലാവരോടും ഞാൻ പോയിട്ട് കാണിച്ചു കൊടുത്തതാ, കണ്ടില്ലേ 2,10,000 എനിക്കും കിട്ടിയ മക്കളെ എന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലേലും നിന്നെ കൊണ്ട് നടക്കാറ് നീ സാമർത്ഥ്യമുള്ളവനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം പറഞ്ഞ വാക്ക് ഇതായിരുന്നില്ല, ഇന്നെ കൊണ്ട് ചുക്കും നടക്കൂല എന്ന് പറഞ്ഞ ആളാണ്. ഈ 2,10,000 കൊണ്ട് നടക്കൽ ഇന്നെ വെച്ച് എന്റെ അപ്ലൈമാർ പുട്ടടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ, എന്റെ അപ്ലൈമാറിന് മാത്രമല്ല എനിക്കും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റും, പക്ഷെ നിന്റെ താഴെയുള്ളവരെ കൊണ്ട് പറ്റണമെന്നില്ല. ഇതൊരു വാശിയായി. അങ്ങനെയാണ് ഞാൻ തീരുമാനമെടുത്തു, ഇനി ടീം ലെവൽ ഇത് 2,10,000 അച്ചീവേഴ്സിന് ഉണ്ടാക്കണമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ആദ്യം ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്തു 2,10,000, അവരെ വാങ്ങിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ആദ്യം സ്റ്റാറ്റസ് ഇട്ടു, ഇവരൊക്കെ കണ്ടു. രണ്ടാമത്തെ ആൾക്ക് വാങ്ങിച്ചു കൊടുത്തു, സ്റ്റാറ്റസ് ഇട്ടു, ഇവരെല്ലാം കണ്ടു. അങ്ങനെ 3-ാമത്തെ ആൾക്ക് വാങ്ങിച്ചു കൊടുത്തു, 4-ാമത്തെ ആൾക്ക് വാങ്ങിച്ചു കൊടുത്തു, 5-ാമത്തെ ആൾക്ക് വാങ്ങിച്ചു കൊടുത്തു, 6-ാമത്തെ ആൾ, ഇങ്ങനെ 7ഓളം പേർക്ക്, ടീമിലുള്ള 7ഓളം പേരുടെ അക്കൗണ്ടിൽ 2,10,000 വാങ്ങിച്ചു കൊടുക്കാൻ ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ലക്ഷ്യം വെച്ചുള്ളത് ഈ 2024 കഴിയുമ്പോഴേക്ക് എന്റെ ടീമിൽ 24ഓളം സീലിംഗ് അച്ചീവേഴ്സിന് ഈ വർഷം ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലാക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 2027 ആവുമ്പോഴേക്ക് ഇൻഷാല്ലാ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ 100ഓളം സീലിംഗ് അച്ചീവേഴ്സിന് 100 സീലിംഗ് അച്ചീവേഴ്സിന് 100 ക്ലബ് അടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്റെ ഒരു മാസത്തെ വരുമാനം, അതോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ എന്റെ ഒരു മാസത്തെ വരുമാനം 7 ലക്ഷത്തിന് മുകളിൽ വരെ വർദ്ധിപ്പിക്കാനും ദൈവാനുഗ്രഹം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എല്ലായിടത്തും തോറ്റ ആൾ തന്നെയാണ് ഞാൻ, ആ പഴയ പറഞ്ഞ ആൾ തന്നെയാണ് ഞാൻ. പിന്നെ എന്താ പറയാ, സീറോന്ന് തുടങ്ങിയ ആൾ തന്നെയാണ്, നിങ്ങളെപ്പോലെ സീറോന്ന് തുടങ്ങിയ ആൾ തന്നെയാണ്. നിങ്ങളെപ്പോലെ പല ആശങ്കകളിലും ഇരുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ പഠിച്ചു മനസ്സിലാക്കി ശക്തമായിട്ട് ബിസിനസ്സിനെ ഏറ്റെടുത്തു. ഒരുപക്ഷെ സ്വന്തം കൂടപ്പറപ്പും ചോരകളും എല്ലാവരും, അതായത് ഞാൻ വിജയിക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരെ എതിരായിരുന്നു സംഭവിച്ചുള്ളത്. എന്താ പറയാ, കൂടപ്പുറപ്പുകൾ പോലും സപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് എന്താ പറയാ, ശക്തമായിട്ട് പിന്നെ എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ട്.
അതാണ് നമ്മുടെ ഈ പറഞ്ഞ റോയൽ ബറ്റാലിയൻ എന്ന് പറഞ്ഞ ടീം. അവര് പറഞ്ഞു, സാറ് നിങ്ങൾ കൂടെ നിൽക്കണം, നിങ്ങളെ വിജയിപ്പിച്ചു തരാൻ നമ്മൾ ശക്തമായിട്ട് കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ അവരുടെ കൂടെ ഞാൻ നിന്നതാണ് ദൈവാനുഗ്രഹം കൊണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഒറ്റയ്ക്ക് തുടങ്ങിയ ബിസിനസ് ആണ്. ഇന്ന് ഏകദേശം 10,000-ന് മേലെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കേരളത്തിലും കർണാടകയിലായിട്ട് കൊടുത്തു കഴിഞ്ഞു. അതേപോലെ തന്നെ എന്താ പറയാ, ഇന്ന് 15 കോടിക്ക് മേലെ ബിസിനസ് ക്രിയേറ്റ് ചെയ്തു. സീറോന്ന് തുടങ്ങിയതാണ്. 22,500 രൂപയിൽ ഒരു ഷോപ്പോ ഓഫീസോ ഒന്നും ഇല്ലാതെ, ഒരു വിസിറ്റിംഗ് കാർഡ് പോലും ഇല്ലാതെ തുടങ്ങിയ ഓഫീസ് നിങ്ങളെ പോലെ തന്നെ തുടങ്ങിയത് തന്നെയാണ്. ഡയറി ഡയറി ഡയറിയാണ് നമ്മുടെ ഷോപ്പും ഓഫീസും. അതിലാണ് നമ്മൾ ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, ഗോൾസ്, അതാണ് നമ്മളെല്ലാം. അത് വെച്ചിട്ട് തന്നെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതിലൂടെ തുടങ്ങിയിട്ടാണ് ഈ 15 കോടിക്ക് മേലെ ബിസിനസ് എത്തിച്ചത്. 2027 ആകുമ്പോഴേക്ക് 100 കോടി ടേൺ ഓവർ ആണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ട് ടീമിന് വേണ്ടി ടാർഗറ്റ് വെച്ചിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയട്ടെ, വളരെ ശക്തമായിട്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്കാ സീറോ നിന്നും തുടങ്ങിയ ഒരു ടീം തന്നെയാണ്. പക്ഷെ നല്ല തീരുമാനമെടുത്തു എന്നുള്ളതാണ്. എന്താ പറയാ, ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു തീരുമാനമെടുത്തു. ഈ ബിസിനസ് എന്ത് വില കൊടുത്തും ഞാൻ വിജയിപ്പിച്ചിരിക്കും എന്നുള്ള തീരുമാനം ഒരു സമയത്ത് ഞാൻ എടുത്തു. പല ട്രെയിനിങ്ങും മീറ്റിംഗ് ആണ് എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് ട്രെയിനിങ് മീറ്റിംഗ് നമ്മൾ വലിയ രീതിയിൽ വാല്യൂ കൊടുക്കണം. ഒരു 15,000 രൂപ കൊടുത്തിട്ട് ഞാൻ എറണാകുളത്ത് ട്രെയിനിങ് പോയതിനു ശേഷമാണ് എന്റെ ടീമിൽ ഏറ്റവും കൂടുതൽ പിന്നെ മാറ്റം ഉണ്ടായത്. 2021 ഡിസംബർ സമയത്താണ് ഞാൻ അതിന് പോയതെങ്കിൽ 2021 ശേഷം 2022, 23, 24 ഈ കഴിഞ്ഞ 3 വർഷത്തിനടുത്തിനുള്ളിൽ എനിക്ക് വന്ന ടേൺ ഓവർ എന്ന് പറയുന്നത് ഏകദേശം 12 കോടി രൂപയാണ്. ചെറിയൊരു ടൈമുണ്ട്. ആക്ച്വലി അതാണ് നമ്മുടെ ബിസിനസ്സിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന ട്രെയിനിങ് മീറ്റിംഗ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മളെപ്പോഴും ജാഗ്രതയോടുകൂടി നിൽക്കുക, വിജിലന്റ് ആയിട്ട് നിൽക്കുക. നമ്മൾ ഈ ബിസിനസ് തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഇതിന്റെ ഫ്യൂച്ചർ എന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാണ്. ലോകമുള്ളിടത്തോളം കാലം മനുഷ്യന്മാരുണ്ടാവും. മനുഷ്യന്മാരുള്ളിടത്തോളം കാലം മനുഷ്യന്മാർക്ക് പിന്നെ എന്താ പറയാ, പിന്നെ ദിവസ ആവശ്യങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ സമയങ്ങളിൽ എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റ് വേണം. ഓക്കെ, ഈ പറഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ആവശ്യമുണ്ട്, മാർക്കറ്റിൽ ആവശ്യമുണ്ട്. യുണീക്ക് പ്രൊഡക്റ്റ് എല്ലാ കമ്പനിയിൽ കിട്ടുന്ന സാധനമില്ല. എല്ലാവർക്കും നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്. ആക്ച്വലി ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നു, ലോകമുള്ളിടത്തോളം കാലം മനുഷ്യന്മാരുള്ളിടത്തോളം കാലം അസുഖങ്ങളും ആവശ്യങ്ങളും ഉള്ളിടത്തോളം കാലം മൈ ലൈഫ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കറ്റിൽ ആവശ്യമാണ്, ലോകത്ത് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് തലമുറകളോളം ബിസിനസ് പോകും. അതുകൊണ്ട് നമ്മുടെ കമ്പനി വെൽനെസ്സിലേക്കെല്ലാം ഇറങ്ങിയിട്ടൊക്കെ കളി തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഈ ബിസിനസ് വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം നമ്മുടെ അറിവോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കഴിവെന്നല്ല ഇവിടെ പ്രസക്തി. നിങ്ങൾക്കൊരു മനസ്സുണ്ടോ, പഠിക്കാനുള്ള ഒരു മനസ്സും പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടോ, നീ മരണം വരെ പണി 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 പണി. ആക്ച്വലി നമ്മൾ ഈ സിസ്റ്റം മാറണം, ഈ സോഫ്റ്റ്വെയർ മാറ്റണം. ഈ സോഫ്റ്റ്വെയർ എന്ന് മാറുന്നു. കാരണം മാതാപിതാക്കൾ എന്ത് ചിന്തിക്കുക, മക്കളെ പഠിച്ചിട്ട് വേഗം ദുബായി പോകും, അല്ലെ ഗൾഫ് പോകും, ദുബായി പോകും. ഇതാണ് ആക്ച്വലി മൈൻഡ് വരുന്നത്. എവിടെയും പണിക്ക് പോട്ടെ. എന്താ കാര്യം? ഒരു കാര്യമില്ല. ജീവിതം അങ്ങ് ഇല്ലാണ്ടാക്കാൻ, മരണം വരെ പണി എന്നുള്ള ഒരു സ്കീമായിട്ട് അങ്ങ് ഇറങ്ങാം. എന്തോ വയറ്റുന്ന് പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് പിന്നെ അമ്മയുടെ വയറ്റുന്ന് പറഞ്ഞ എന്തോ കരാർ ഒപ്പിട്ടിട്ട് വന്ന പോലെയാണ് മരണം വരെ പണി. ആക്ച്വലി അതല്ല ലൈഫ്. ഞാൻ പറയല്ലോ, മൈ ലൈഫ് സ്റ്റൈൽ നമ്മൾ എന്താ പറയാ, നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിൽ ഒരുപക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ സാധാരണ ലൈഫിൽ നമ്മൾ 50 വർഷം പോയി പണിയെടുക്കുന്നത്. ആ 50 വർഷത്തിൽ ഈ പറഞ്ഞ നമ്മൾ ഒരു 5 വർഷം മൈ ലൈഫ് സ്റ്റൈലിൽ നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യും. ആ 50 വർഷത്തിൽ ഒരു 5 വർഷം മൈ ലൈഫ് സ്റ്റൈലിൽ നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യും. ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവും. ചെറിയ മാറ്റമല്ല, ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാവും. 50 വർഷത്തിൽ 5 വർഷം ഇവിടെ സ്പെൻഡ് ചെയ്യും. ബാക്കി നിങ്ങൾ 45 വർഷം നിങ്ങൾ അടിച്ചു പൊളിക്ക്. നമുക്ക് എത്രയാണോ ആയുസുള്ളത്, ആയുസ് ഒരു അടിച്ചു പൊളിക്ക്, ചിരിച്ചുകൊണ്ട് മരിക്കണം. 192 രാജ്യമുണ്ട് ലോകത്തിലെ, അതിലൊരു 50 100 കാണാൻ നോക്ക്. ലോക അത്ഭുതങ്ങളിൽ 7 അത്ഭുതമുണ്ടല്ലേ, അതിൽ ഒന്ന് നമ്മളെ അയൽവക്കത്തായ താജ്മഹൽ. അതുപോലും പലരും കണ്ടിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാ? ടൈം ഫ്രീഡം ഇല്ല, ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ല. ഒരുപാട് സമയമുണ്ട്, പൈസ ഇല്ല, എന്താ കാര്യം? ഒരുപാട് പൈസ ഉണ്ട്, സമയമില്ല, എന്താ കാര്യം? ഇത് രണ്ടും ഒപ്പരം വേണമെങ്കിൽ അതിനുള്ള ഓരോ ഓപ്ഷൻ മൈ ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഒരുപാട് ലീഡേഴ്സ് അതിന് എക്സാമ്പിൾ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് അത്യാവശ്യം പൈസയാണ്. എന്തുകൊണ്ടാണ്? ഈ ബിസിനസ് ഒന്ന് തുടങ്ങി ടീം വർക്കിലൂടെ ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി ബിസിനസ് ആയിക്കൊണ്ട്, ഡയറക്ട് സെല്ലിങ്ങിന് ഫ്യൂച്ചർ മനസ്സിലായിക്കൊണ്ട് ഇതിനെ ശക്തമായി ഏറ്റെടുക്കുക. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒന്നും ആയിട്ടില്ല ഡയറക്ട് സെല്ലിംഗ് സംബന്ധിച്ചിടത്തോളം. നമ്മളെല്ലാം തുടക്കക്കാരാണ്. ഞാനും നിങ്ങളെ തുടക്കക്കാരാണ്. നമ്മൾ ഇതിന് ആത്മാർത്ഥയോടെ ഈ ബിസിനസ്സിന് കണ്ടുകഴിഞ്ഞാൽ 2025 ആകുമ്പോഴുള്ള മാറ്റം തുടങ്ങുന്നത് തന്നെ 2025 മുതലാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാ പിന്നെ എല്ലാവർക്കും ഈ ബിസിനസ് ചെയ്യാന്നുള്ള വലിയ എക്സാമ്പിൾ. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്രോഗ്രാം ഏറ്റവും കൂടുതൽ കാണുന്നത് സ്ത്രീകളെയാണ്. അപ്പം ഈ ബിസിനസ് പരിമിതികളുള്ള ആൾക്ക് പോലും ചെയ്യാം, കിട്ടുന്ന സമയം ചെയ്യാം, ആർക്കും ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്.
ലീഡർമാർ പറയുന്നത് കേട്ടിട്ട് പിന്നെ നിൽക്കരുത് എന്നാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതായത് ലീഡേഴ്സിന്റെ പിന്നെ വഹി വരാൻ കാത്തുക്കല്ലേ, ലീഡേഴ്സിനെ കാത്തു ഞാൻ അങ്ങ് ഇറങ്ങലാണ്. അതുകൊണ്ടേ കാര്യമുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ഈ 15 കോടി ടേൺ ഓവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായ പരിശ്രമമാണ്, അല്ലാണ്ട് വെറുതെ കടമ പോലെ ഉത്തരവാദിത്തം പോലെ കാണാറ്. എനിക്കിത് പാഷനാണ് സത്യം പറഞ്ഞാൽ. നാളെ പെരുന്നാളാണ്, പക്ഷെ എനിക്ക് പിന്നെ എന്താ പറയാ, പണികൾ വീട്ടിൽ പോയിട്ടുണ്ട്, പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ ഇവിടെ നിൽക്കണം. ഇന്ന് എനിക്ക് ഏകദേശം വൈകുന്നേരം വരെ കാലിക്കറ്റ് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോകുന്നുള്ളൂ. ഒരുപക്ഷെ രാത്രിയെ വരുള്ളൂ. വീട്ടിൽ പറഞ്ഞാൽ ചോദിക്കുന്നത് എന്താ പറയുക, എനിക്ക് കുടുംബവും കാര്യങ്ങളും. ഞാൻ പറഞ്ഞു ഞാൻ ദുബായിലുള്ളത്, ഞാൻ ഗൾഫിലുള്ളത്. ഈ കഴിഞ്ഞ വർഷം ഞാൻ വരുന്ന ഒരു 5 വർഷം 30-ാം വയസ്സ് വരെ എടുത്ത തീരുമാനമാണ്. 30-ാം വയസ്സ് വരെ കഠിനാധ്വാനം മൈലൈഫ്സിനോട് ചെയ്യും, മീൻസ് മൈലൈഫ്സിൽ ചെയ്യും. 30-ാം വയസ്സ് കഴിഞ്ഞാൽ ഒരൊറ്റ പോക്ക് വല്ല എവിടെയെങ്കിലും പോയിട്ട് ലൈഫ് സെറ്റിൽ ആക്കുക, അടിച്ച് പൊളിക്കുക, ഫുൾ യാത്ര, ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക. ഇതാണ് ഉദ്ദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒന്നുമില്ല, ഈ 10 വർഷം കൊണ്ട് മൈ ലൈഫ് പറഞ്ഞ ഒരു കൊടീശ്വരനായിട്ട് പറഞ്ഞ പോലെ ഒരു ടീം പിന്നെ ലീവറേജും വെച്ചിട്ട് അടിച്ച് പൊളിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ ഇവിടെ കിട്ടുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഏറ്റെടുത്തുകൂടാ? എന്തുകൊണ്ട് നമുക്ക് ഏറ്റെടുത്തു? നമ്മുടെ ഓരോ സാറും എക്സാമ്പിൾ മുബീൻ മുഹമ്മദ് സാർ, പുള്ളി US സെറ്റിൽ ആയി എന്ന് പറഞ്ഞത്. പുള്ളി US സെറ്റിൽ ആയി, അദ്ദേഹം US സെറ്റിൽ ആയി കഴിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ ഏതാ ലെവലെന്ന്. അത് സാധാരണ ഡോളർ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പൊട്ടിക്കും, ആദ്യമായിട്ടാണ് നാട്ടിലുള്ള പിന്നെ ഇന്ത്യൻ റുപ്പി ചെലവാക്കിയിട്ട് ഡോളർ പൊട്ടിക്കുന്ന ഒരാളെ കണ്ടത്. വല്ലാത്തൊരു അത്ഭുത മനുഷ്യൻ. സാധാരണ ഡോളർ, കാരണം ഇവിടുത്തെ ഇവിടുത്തെ 82 രൂപയാണ് അവിടുത്തെ 1 രൂപ. ഇവിടുത്തെ 82 രൂപയാണ് അവിടുത്തെ 1 രൂപ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാ. അപ്പൊ ഇങ്ങനെയൊക്കെ ലൈഫ് സ്റ്റൈൽ ഒരാളെല്ലാം മാറ്റം, ചിന്താഗതി മാറ്റേണ്ടത് മൈ ലൈഫ് സ്റ്റൈൽ കൊടുക്കുന്നത് ധൈര്യമാണ്, ഒരു ചങ്കൂറ്റാണ്. ഇതിൽ തന്നെയാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇതേ സെയിം പ്ലാനാണ് നമുക്കുള്ളത്. സോ നമ്മൾ ഏറ്റെടുക്കുക. ഈ ബിസിനസിന്റെ ഫ്യൂച്ചർ ഒരു പക്ഷെ എത്ര പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ടൊന്നും ഈ കഴിഞ്ഞ 5 വർഷത്തെ മൊത്തം എക്സ്പീരിയൻസും പറയാൻ പറ്റൂല. ഈ ബിസിനസിനെ പറ്റിയുള്ള വ്യാപ്തികളൊന്നും പറഞ്ഞു തീരാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ടാവുന്ന രീതി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ബിസിനസ് ഏറ്റെടുക്കുക, ഹൃദയത്തോട് അടുപ്പിച്ച് ഏറ്റെടുക്കുക. എന്ത് ചെയ്യുമ്പോഴും ഹൃദയം കൊണ്ട് ചെയ്യുക, ചുമ്മാ ശരീരം കൊണ്ട് ചെയ്യല്ലേ, റിസൾട്ട് വരില്ല. ഹൃദയം കൊണ്ട് നിങ്ങൾ ചെയ്യും, ആത്മാർത്ഥമായ പരിശ്രമം നടത്തും. ഓരോ വാക്കുകൾ പറയുമ്പോൾ, ടീമിനോട് ഓരോ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ബിസിനസ് മാത്രം നമ്മൾ സംസാരിക്കുക, ഫുൾ ടൈം ബിസിനസ് ആയിരിക്കണം, മൈ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. നമ്മളെ വാ തുറന്നു കഴിഞ്ഞാൽ ബിസിനസ് മാത്രം നമ്മൾ ചിന്തിക്കുക, ബിസിനസ് മാത്രം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ ലൈഫ് പോകുന്നുള്ളതാണ്. ടീമിനെയൊക്കെ പോസിറ്റീവായിട്ട് നയിക്കുക, വെറും ചിന്തിക്കരുത്. കൂടെയുള്ള ആൾക്കാരുടെ വിജയം, നമ്മളെക്കാളും വലിയ വിജയം അവരെത്തട്ടെ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവണം. ശക്തമായിട്ട് ടീമിന്റെ കൂടെ നിന്നു കൊടുക്കുക. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഹൃദയമായ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. 2024 ഈ വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് 2,10,000 വാങ്ങിക്കാൻ പറ്റും, നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമം നടത്തിയാൽ. കാരണം ഈ ബിസിനസ്സിൽ ഇത്ര സമയം കഴിഞ്ഞാലേ, ഇത്ര വർഷം കഴിഞ്ഞാലേ, ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ 2,10,000 തരുമെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒരു പ്ലാനിലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ആകെയുള്ള ഒരൊറ്റ കണ്ടീഷൻ, ശക്തമായുള്ള തീരുമാനവും ആത്മാർത്ഥമായി പരിശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ 2024 നിങ്ങളെ ലൈഫിൽ കൊണ്ടുവന്ന മാറ്റം പറയാൻ നിങ്ങൾക്ക് ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം 2023 നമ്മൾ വിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതിൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, അല്ലെ? കഴിഞ്ഞ കാലത്തെ പറ്റി നമുക്ക് എന്ത് തീരുമാനം എടുക്കും? ഇല്ല, പറ്റില്ല, ഉറപ്പാണ്. പക്ഷെ നമുക്ക് എന്ത് പറ്റും? ഇനി വരും കാലത്ത് നമുക്ക് പറഞ്ഞ പോലെ എന്ത് സംഭവിക്കണം, നമ്മുടെ ലൈഫിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാവണം എന്നുള്ള തീരുമാനം എനിക്കും നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻ, അതിനുള്ള ചാൻസസ് മുന്നിലുണ്ട്. സോ അതുകൊണ്ട് ആത്മാർത്ഥമായ പരിശ്രമം നിങ്ങൾ നിങ്ങൾ എടുക്കുക. ടീമിന്റെ കൂടെ ശക്തമായി ഏറ്റെടുക്കുക. മൈ ലൈഫ് സ്റ്റൈൽ നിങ്ങളെ ലൈഫ് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്കൊരു ചിന്തിക്കാൻ പറ്റില്ല. ജനറേഷൻ ടു ജനറേഷൻ തലമുറകളോളം കിട്ടും, തലമുറകളോളം വരുമാനം കിട്ടും. അതുകൊണ്ട് ഇന്നു മുതൽ അതിൽ പണി തുടങ്ങുക. 50 വർഷം പണിയെടുക്കുക എന്നുള്ളതല്ല, അതിൽ വരുന്ന 2, 3, 4, 5 വർഷം ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ട് നിങ്ങൾ പല ജില്ലകളിലും, പല രാജ്യങ്ങളിലും, പല സ്ഥലങ്ങളിൽ പോയി കറങ്ങി അടിച്ചു പൊളിച്ച് നിങ്ങൾ നിൽക്കും. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല സന്തോഷം ലൈഫ് മൈ ലൈഫിൽ തന്നിരിക്കും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. കാരണം ഇത്ര സമാധാനമുള്ള ഒരു ബിസിനസ് വേറെ ഇല്ല. അതുകൊണ്ട് 2024 നിങ്ങൾ ഏറ്റെടുക്കുക. 2024 വലിയ മാറ്റം ഉണ്ടാക്കണം എന്നുള്ള നിങ്ങളെ കാര്യം ഏറ്റെടുക്കുക. ആത്മാർത്ഥമായി പരിശ്രമം നടത്തുക, ടീമിന്റെ കൂടെ നിന്ന് കൊടുക്കുക, ഒരു പാഷനായിട്ട് കാണുക. ബിസിനസ് മാത്രം നിങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും, എസ്പെഷ്യലി സനൂപ് സർ, RTC സീലിംഗ് അച്ചീവർ, ഞാൻ ഹൃദയമായ അഭിനന്ദനം, നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഈ ഒരു ബിസിനസ് വലിയ നേട്ടങ്ങളിൽ എത്താൻ പറ്റട്ടെ. നേട്ടങ്ങളിൽ നിങ്ങളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കാളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാകുന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും wish you all the very best. Thank you so much. Thank you ഓഫീസർ. വോയിസ് കേൾക്കുന്നില്ലേ സാറേ? ഓക്കെയാണ് സംസാരിച്ചോളൂ. ഒരു 3-4 ആൾക്കാരെ റിവ്യൂ എടുത്തിരിക്കാൻ വേണ്ടി മതി കേട്ടോ.
റിവ്യൂ എല്ലാവരും പറയാനുള്ള ആൾക്കാരൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. പക്ഷെ റിവ്യൂ പറയുന്ന ആൾക്കാരൊക്കെ വളരെ ചെറിയ വാക്കുകളിൽ നിർത്തണം. ഈ മുഴുവൻ കാര്യങ്ങളും പറയാനൊന്നും എന്നെ ഇവിടെ